ശാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. യൂത്ത് ഗൈഡിലേക്ക് ഹൃദയപൂർവ്വം എല്ലാവർക്കും സ്വാഗതം. ദാമ്പത്യ ജീവിതത്തിലെ സത്യസന്ധതയില്ലായ്മ പ്രശ്നങ്ങൾ കൂടുതലുണ്ടാക്കും. പ്രശ്നങ്ങൾക്ക് പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കാൻ പ്രശസ്ത ഫാമിലി കൗൺസിലറായ മിസ്സിസ് ഗ്രേസ് ലാൽ നമ്മോടൊപ്പം ഉണ്ട്. മാഡത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. മാഡം, സ്വാഗതം. യൂത്തിൻ്റെ പ്രതിനിധിയായി എഡ്യൂക്കേഷണൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന മിസ്റ്റർ ബിനീഷ് ജോർജ് നമ്മളോടൊപ്പം ഉണ്ട്. ബിനീഷ്, സ്വാഗതം. മാഡം, ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലെ സത്യസന്ധതയില്ലായ്മ അത് തെളിയിക്കുന്ന ഒരു കത്താണ്. ഞാൻ 30 വയസ്സുള്ള ഒരു വിവാഹിതനാണ്. വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി. വിവാഹത്തിന് മുമ്പ് ഭാര്യ ഒരു ഓപ്പറേഷന് വിധേയയായിരുന്നു. ആ കാര്യം മറച്ചു വെച്ചാണ് വിവാഹം കഴിച്ചത്. വയറ്റിൽ കണ്ട പാട് എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഓവേറിയൻ സിസ്റ്റ് റിമൂവ് ചെയ്തതാണെന്ന്. പക്ഷേ ഇതുവരെയും കുഞ്ഞുങ്ങൾ കൂടി ഉണ്ടാവാത്തത് എന്നെ അലോസരപ്പെടുത്തുന്നു. ഈ കാര്യം മറച്ചു വെച്ചതിന് കുടുംബങ്ങൾ തമ്മിൽ വഴക്ക് വരെ ഉണ്ടായി. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലേ? ഡോക്ടർ പറയുന്നത് കുട്ടികൾ ഉണ്ടാവും എന്ന് തന്നെയാണ്. എങ്കിലും എനിക്ക് ഭാര്യയോട് ഒരു അകലം തോന്നുന്നു. നല്ലൊരു ഉപദേശം പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ഇതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവളുടെ വീട്ടുകാരുടെ വലിയൊരു കുറ്റം. കാരണം എന്ത് കാര്യമാണെങ്കിലും ഈവൻ ഒരു തൈറോയിഡിൻ്റെ അല്ലെങ്കിൽ ഒരു ചെറിയ ഓപ്പറേഷൻ ആണെങ്കിൽ പോലും ശരീരത്തിലൊരു സ്കാർ ഉണ്ടാക്കുന്ന എന്താണെങ്കിൽ പോലും അത് മറച്ചു വെച്ച് കല്യാണം നടത്താൻ പാടില്ല. തീർച്ചയായും ഇതിനകത്ത് ഇപ്പം ഒവേറിയൻ സിസ്റ്റ് റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് പേടിക്കാനുള്ള ഒരു കാര്യമൊന്നുമല്ല. ഒരു ചെറിയ കാര്യമുള്ളൂ. ഇനി അത് ഒരു കാര്യമേ അല്ല. പിള്ളേരുണ്ടാവാൻ തടസ്സമല്ല, അവരുടെ ദാമ്പത്യ ജീവിതത്തിന് തടസ്സമല്ല, അതൊന്നുമല്ല. പക്ഷെ അതിനകത്ത് അവനെ സംബന്ധിച്ചിടത്തോളം ഇത് നേരത്തെ പറഞ്ഞില്ല എന്നുള്ള ഒരു അവൻ്റെ ഒരു വിഷമം. പക്ഷെ ഇതിനകത്ത് അവനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, പെൺകുട്ടി അതിന് ഉത്തരവാദിയല്ല. ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനോട് സംസാരിക്കാൻ കിട്ടുന്ന വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ എൻ്റെ വയറിൽ ഒരു ഓപ്പറേഷൻ ചെയ്തതാണെന്ന് പറഞ്ഞാൽ വരുന്ന ചെറുക്കന്മാരപ്പം തന്നെ തിരിച്ചു പോകും. ആരും കെട്ടാൻ തയ്യാറാവത്തില്ല. അപ്പൊ വീട്ടുകാർ അവളോട് പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും, ഇത് പറയേണ്ട കാര്യമൊന്നും ഇല്ല, അതിനൊക്കെ രോഗമൊന്നും കുട്ടിക്കില്ല. അപ്പൊ അവളെ സംബന്ധിച്ചുള്ള അവൾ എന്ത് തെറ്റ് ചെയ്തു? അവള് ചെയ്യാത്ത തെറ്റിന്റെ പേരിലാണ് അവള് ശിക്ഷ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ആ മോനോട് ഞാൻ പറയുന്ന ഒരു കാര്യം, അവന് വേണമെങ്കിൽ അവളുടെ മാതാപിതാക്കളോട് സംസാരിക്കാം. നിങ്ങള് ചെയ്തത് തെറ്റാണ്, ഓക്കെ, അപ്പോൾ അതിന് അവർ അപ്പോളജൈസ് ചെയ്യണം, അവർ സോറി പറയണം. പക്ഷെ ഇവർക്ക് മുന്നോട്ടുള്ള ദാമ്പത്യ ബന്ധത്തിൽ ഇവർക്ക് യാതൊരു തടസ്സവും ഇല്ല. ഇവരുടെ മനസ്സിന്റെ തോന്നൽ കൊണ്ട് നമ്മുടെ ഹോർമോണിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ വ്യത്യാസം വരും. കാരണം അവന് മനസ്സുകൊണ്ട് അവളോടൊരു അകൽച്ച വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ എല്ലാ ബന്ധവും യാന്ത്രികമായി കാണും. അപ്പൊ അതുകൊണ്ടാണ് കുട്ടികൾ ഉണ്ടാകാത്തത്. കുട്ടികൾ ഉണ്ടാവും, അതിന് യാതൊരു കുഴപ്പമില്ല. കാരണം ഒവേറിയൻ സിസ്റ്റം എന്ന് പറയുന്ന, ഓവറി എന്ന് പറയുന്ന ഒരു ഗർഭാശയം മധ്യഭാഗത്ത് ഓവറി 2 സൈഡിലാണ്, 2 ഓവറി ഉണ്ട്. അപ്പൊ 2 ഓവറിയിലും കൂടെ ഏതാണ്ട് നമുക്ക് 450ഓളം ഓവം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് പിള്ളേരുണ്ടാവാൻ ഇത്ര സാധനം വേണ്ടല്ലോ. ഒരു സൈഡിൽ വന്നാലും മറ്റേ സൈഡ് കിടപ്പുണ്ട്. സയന്റിഫിക്കായിട്ട് അവനെ ഇതൊന്ന് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഏതെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റിനെ അവർ കാണുക. അപ്പൊ ഗൈനക്കോളജിസ്റ്റ് അവനോട് ഇത് പറഞ്ഞു കൊടുക്കും, ഒരു അനാറ്റമി, ഓവേറിയൻ സിസ്റ്റം എങ്ങനെയാ വരുന്നത്, അല്ലെ അതിന് പേടിക്കാനുള്ള കാരണമില്ല. അത് പറയുമ്പോൾ തന്നെ അവനൊന്ന് ഫ്രീ ആകും. പിന്നെ അവളോടുള്ള അകൽച്ച എന്ന് പറയുന്നത് എന്നെ ആരോ ചീറ്റ് ചെയ്തു എന്ന തോന്നൽ അവൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട്. പക്ഷെ അവനോട് ഞാൻ പറയുന്നത് ആ അകൽച്ച മാറ്റണം. പാവം ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തു? അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ താലി കെട്ടിയ പെണ്ണാണ്. 4 ആളറിഞ്ഞ് പള്ളിയിൽ മധുബായുടെ മുന്നിൽ നിന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും രോഗത്തിലും അനാരോഗ്യത്തിലും ഒരുമിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് വേദപുസ്തകം സാക്ഷിയാക്കി പ്രതിജ്ഞയെടുത്ത് മരണം വരെയുള്ള ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത് കടന്നു വന്നവരാ. നിയമപരമായിട്ട് അവൻ അവൾക്ക് വാക്ക് കൊടുത്തിട്ടുള്ളതാണ് മരണം വരെ കൊണ്ടുകൊള്ളാം. അതുകൊണ്ട് അവളെ സ്നേഹിക്കുക, ബാക്കി ആ ഇടയ്ക്കുള്ള ബ്ലോക്ക് എല്ലാം നീക്കുക. പിന്നെ അവളെ സംബന്ധിച്ചിടത്തോളം അവൾ ചെയ്യാത്ത തെറ്റിന്റെ പേരിലാണെങ്കിൽ പോലും അവനോട് കുറച്ചുകൂടി കരുണയോടെ അവളെ സ്നേഹിക്കാൻ ഉള്ള ഒരു നല്ല മനസ്സുണ്ടാകാൻ വേണ്ടി
കരുണയോടെ അവനോട് സമീപിക്കാം. അതാണ് അതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. ഇതിനെ സംബന്ധിച്ചുള്ള പലർക്ക് ഈ സ്ത്രീകളുടെ ശാരീരികമായ അവയവങ്ങളെക്കുറിച്ചോ അല്ലെ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ പല ആണുങ്ങൾക്ക് അറിയില്ല. അതിൻ്റെതായ കുഴപ്പങ്ങൾ അവന് അറിവില്ലായ്മ അതിനകത്തുണ്ടാവും. വലിയ കാര്യങ്ങളൊന്നും ഇല്ല, അതിനകത്ത് പേടിക്കാനുള്ള അവസ്ഥയൊന്നുമില്ല എന്ന് അവൻ വിശ്വസിക്കുക. കാരണം അതിനകത്ത് യാതൊരു കുഴപ്പമില്ല, അവർക്ക് നന്നായി ജീവിക്കാൻ പറ്റും. ഈ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഉള്ള സത്യസന്ധതയില്ലാത്ത പെരുമാറ്റം എത്രമാത്രം കുടുംബങ്ങളെ ബുദ്ധിമുട്ടിലാക്കാം? യുവജനങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പം എന്താണ് ബിനീഷിന് പറയാനുള്ളത്? ശരിയായ രീതിയിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്ക് ഇപ്പോഴത്തെ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് അല്ലെങ്കിൽ അതൊക്കെ പഴമയിൽ നിന്ന് ഒത്തിരി മാറിയിട്ടുണ്ട്. പലപ്പോഴായി ഇവർക്ക് തമ്മിൽ സംസാരിക്കാൻ വേണ്ടി നമ്മൾ തന്നെ അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇത്രയും ചിലപ്പം ഈ കേസിൽ ചിലപ്പോൾ അവർക്ക് ഒത്തിരി അവസരങ്ങൾ ചിലപ്പോൾ കിട്ടിയേക്കാം. ചിലപ്പം ഒരു നോർമൽ പെണ്ണ് കാണൽ ചടങ്ങ് പോലെ ആയിരുന്നിരിക്കാം. അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ നിന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു, പേരൻസ് തീരുമാനിച്ചിരിക്കും. ഇവരുടെ കേസിൽ ചിലപ്പോൾ മാഡം പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ഇങ്ങനെ ഒരു പരമ്പരാഗതമായ ഒരു ചടങ്ങായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുറച്ചും കൂടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ചിലപ്പം അവനെ സംബന്ധിച്ച് അവൻ്റെ ഉള്ളിലൊരു വിഷമം എന്ന് പറയുന്നത് ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടും പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു കാര്യമായിരിക്കാം. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഇതിനനുസരിച്ച് നമുക്ക് കല്യാണത്തിനൊക്കെ മുമ്പ് തന്നെ ഒരു പ്രീ മാരേജ് കോഴ്സ് കൂടാനൊക്കെ ഉണ്ട്. അപ്പോൾ പലപ്പോഴും എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണെങ്കിൽ എന്നോട് പലപ്പോഴും ഇൻസിസ്റ്റ് ചെയ്യുമായിരുന്നു, നിങ്ങൾ രണ്ടും ഒരുമിച്ച് പോയി കൂടണം എന്നുള്ളത്. കാരണം ഒരു 3 ദിവസത്തെ പ്രോഗ്രാം അല്ലെങ്കിൽ 4 ദിവസത്തെ പ്രോഗ്രാം ആ ഒരു പ്രാർത്ഥനയോടുകൂടി അതിനോട് ഒരു ഒരുക്കങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈവൻ ചിലപ്പോൾ നമ്മൾ പറയാൻ നമുക്കൊരു ധൈര്യമായിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. ചിലപ്പോൾ ആ പെൺകുട്ടികൾക്കായിരിക്കും എനിക്കിങ്ങനെ ഒരു കുറവുണ്ട്, അത് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറയാനുള്ളൊരു ധൈര്യം. അത് ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബോധ്യത്തിൽ നിന്നാണ്. അങ്ങനെ ഒരു ബോധ്യമില്ല എന്ന് വരുമ്പോഴാണ് ചിലപ്പോഴും മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊക്കെ വരാറുള്ളത്. നമുക്കിങ്ങനെ ഒരു അവസരങ്ങളൊക്കെ ഉള്ളപ്പം അത് പൂർണ്ണമായി പ്രയോജനപ്പെടുത്തി കല്യാണത്തിന് മുമ്പ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിച്ചിരിക്കാനുള്ളൊരു അവസരം മാതാപിതാക്കളെ ക്രിയേറ്റ് ചെയ്യണം. ഇനി എന്തെങ്കിലും തന്നെ ഇനി മാതാപിതാക്കൾ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ആ പെൺകുട്ടിക്ക് അതിനുള്ള പ്രായപൂർത്തിയായിട്ടുണ്ട്. അപ്പം അവളാണെങ്കിലും ഇത് സംഭവിച്ചു മാഡം പറഞ്ഞതുപോലെ തന്നെ സഭയുടെ സാക്ഷ്യം നിർത്തി നമ്മൾ ദേവാലയത്തിൽ നിന്ന് ഇത്രയും ആളുകളുടെ മുമ്പിൽ നമ്മൾ കല്യാണം കഴിച്ചു. നമുക്കൊരു വിവാഹത്തിന് നമ്മളൊരു പരിശുദ്ധി കൽപ്പിക്കുന്നുണ്ട്. ആ പരിശുദ്ധിയിൽ നിന്നുകൊണ്ട് ഒരിക്കലും ഇപ്പോൾ ആ കാര്യത്തെക്കുറിച്ചൊരു വിചിന്തനം നടത്തുന്നത് ശരിയല്ല. എനിക്ക് ലഭിച്ചത് അത് ദൈവം എനിക്ക് വിധിച്ചതാണെന്ന് ബോധ്യത്തോടു കൂടി അതിനെ ആക്സെപ്റ്റ് ചെയ്യാനാണ് ആ വ്യക്തി ബിനീഷ്, ഇക്കാര്യത്തിൽ എനിക്ക് 2 കാര്യങ്ങളാണ് തോന്നുന്നത്. ഒന്നുകിൽ ഈ പേരൻസ് ഹൈലി ക്വാളിഫൈഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഈ പേരൻസ് ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരിക്കും. കാരണം ഒട്ടും വിദ്യാഭ്യാസം ഇല്ലാത്തവരാണെങ്കിൽ അവർ ഭയപ്പെട്ടിരുന്നു. കാരണം ഞങ്ങളുടെ മകൾക്കൊരു നല്ല കല്യാണം വരത്തില്ല. അവർ ഭയപ്പെട്ടിരുന്നു, ആ കൊച്ചിനെ നല്ല ഒരു ചെറുക്കനെ കൊണ്ട് എനിക്ക് കെട്ടിക്കാൻ പറ്റുമോ ഇല്ലയോ, അതുകൊണ്ട് ഇത് ആരോടും പറയണ്ട എന്ന് അവർ തീരുമാനിച്ചിരിക്കാം. അതാണ് ഒന്ന്. ചിലപ്പോൾ അവരെ ആരെങ്കിലുമൊക്കെ ഉപദേശിച്ചാണ് ഇത് വലിയ കാര്യമൊന്നുമല്ല, നിങ്ങൾ പറയേണ്ട കാര്യമൊന്നുമല്ല, അത് സാരമില്ല എന്ന് പറഞ്ഞാണ്. ഇല്ലെങ്കിൽ ഇവർ ക്വാളിഫൈഡ് ആയതുകൊണ്ട് ഇവർ വിചാരിച്ചു കാണും ഇത് വലിയ കാര്യമൊന്നുമല്ലല്ലോ ഈ ഓപ്പറേഷൻ, ഇപ്പോൾ പറയേണ്ട കാര്യം അതിനകത്തൊന്നുമില്ല. അവൾക്ക് സാധാരണ ഒരു വയറുവേദന വന്നു കഴിഞ്ഞാൽ അപ്പൻഡിസൈറ്റിസ് അങ്ങനെ വേറെ പല ഓപ്പറേഷൻസും വരാമല്ലോ, അതുപോലെ ഒരു കാര്യമുള്ളൂ എന്ന് അവർക്ക് തോന്നിക്കാണും. അപ്പം ഏതെങ്കിലും തരത്തിൽ ആ പേരൻസ് അവരൊരിടത്ത് ഒരു തീരുമാനം തെറ്റിപ്പോയി. അവിടെയാണ് അതിനകത്ത് പ്രശ്നം കിടക്കുന്നത്. അവരെടുത്ത തീരുമാനം തെറ്റിപ്പോയി. അത് അറിവോടെ ആയാലും അറിവില്ലായ്മ മൂലമായാലും അവർ ആരുടെയെങ്കിലും അടുത്ത് ഒരു നല്ല ഉപദേശം തേടേണ്ടിയിരുന്നു. അതുകൊണ്ട് ഇപ്പം പയ്യനോട് പറയുന്നത് മാതാപിതാക്കളല്ലേ അവരുടെ കുഞ്ഞിന് നല്ലത് വരാൻ വേണ്ടി ചെയ്ത ഒരു കാര്യം, അവനെ ചതിച്ചിട്ടും ഒന്നുമില്ല. കാരണം ഇതിനകത്ത് യാതൊരു കുഴപ്പമില്ല, അവനെ ചതിച്ചിട്ടില്ല. അല്ലെ യൂട്രസ് റിമൂവ് ചെയ്ത് കളയുകയോ ഓവറി റിമൂവ് ചെയ്ത് കളയുകയോ, ഇത് സിസ്റ്റാണ് റിമൂവ് ചെയ്തത്. അതിപ്പം നമുക്ക് എവിടെയെല്ലാം സിസ്റ്റ് വരാം, ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വരാം. അപ്പോൾ വേറൊരു സ്ഥലത്തുനിന്ന് സിസ്റ്റ് റിമൂവ് ചെയ്യാമല്ലോ. അപ്പോൾ അത് ഓവറിൽ നിന്നായതുകൊണ്ടാണ് ഇവൻ്റെ ഒരു പേടി വന്നത്. അത് റിമൂവ് ചെയ്യാതിരുന്നാൽ അവരിപ്പോൾ അത് ചെയ്യാതിരുന്നാൽ ഭാവിയിൽ അത് വല്ല ക്യാൻസറസ് ഒക്കെ ആയിപ്പോയാൽ അത് ദോഷം ചെയ്യും. അപ്പം അതുകൊണ്ട് ഇതൊരു മുഴ നീക്കം ചെയ്തു, അത് എവിടെയെങ്കിലും വയറ്റിലെയോ എവിടെയെങ്കിലും ആവട്ടെ, അതൊരു വലിയ കുഴപ്പമായിട്ട് ഇവൻ കാണേണ്ട കാര്യമില്ല. അത് ആ മോനോട് ഞാൻ പറയുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ ഇതുപോലെ ഭാര്യയുടെ ദേഹത്ത് എവിടെയെങ്കിലും പാടൊക്കെ കണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങളാണ് ചികിത്സിച്ചതെന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ആൺപിള്ളേരോട് എല്ലാവരോടുമായിട്ട് ഞാൻ പറയുകയാണ്, അങ്ങനെ നിങ്ങൾ കഴിഞ്ഞ കാലത്ത് സംഭവിച്ചതും പറഞ്ഞ് ജീവിതം മുഴുവൻ ഒരു പെങ്കൊച്ചിനെ പീഡിപ്പിക്കാതിരിക്കുക. മാനസിക പീഡനമാണിത്. അവൾ ഉരുകി തീരുക. അതുകൊണ്ട് അതല്ല ചെയ്യേണ്ടത്. ദൈവത്തിന് മുമ്പാകെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു കുഞ്ഞിനെ ദൈവം സമ്മാനമായിട്ട് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്.
ദൈവം തരുന്ന സമ്മാനം വാങ്ങിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങേണ്ടതുണ്ട്. അതെ അതെ. അപ്പം മനസ്സിൽ പകയും വിദ്വേഷവും വെറുപ്പും വെച്ചുകൊണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് കുഞ്ഞുണ്ടാകാത്തത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ പൊതുവായിട്ട് ഈ കുടുംബങ്ങൾ കേൾക്കുന്ന ഒരു കാര്യമാണല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറച്ചു വെക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു ദൂഷ്യം, ഭാര്യയും ഭർത്താവും തമ്മിൽ മാത്രമുള്ള ഒരു സമയത്ത് ഭാര്യയ്ക്ക് എന്തെങ്കിലും ബോധക്കേടോ എന്തെങ്കിലും ഉണ്ടായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പം ഡോക്ടേഴ്സ് മെഡിക്കൽ ഹിസ്റ്ററി ചോദിക്കും, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ. ഇപ്പം അന്നേരം അറിയാതിരിക്കുമ്പോൾ ആ ഭർത്താവിനാണേലും ഒരു കാര്യവും വെളിപ്പെടുത്താൻ അറിയാൻ മേലാതിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള മെഡിക്കൽ കേസസ് ഉണ്ടെങ്കിൽ അത് അറിയിക്കുന്നത് തന്നെയാണ് എപ്പോഴും. തീർച്ചയായിട്ടും അറിയിക്കുന്നതാണ് നല്ലത്. അതാണ് മുമ്പ് ബിനീഷ് പറഞ്ഞത്, ഇന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ കല്യാണം ഉറപ്പിച്ച് കഴിയുമ്പോൾ ഇപ്പം ഈ ഫേസ്ബുക്കോ അല്ലെങ്കിൽ മെസ്സേജസോ ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് സംസാരിക്കാൻ അവസരം കിട്ടുന്നുണ്ട്. അങ്ങനെ സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ പറഞ്ഞാൽ ഈ കല്യാണം നടക്കത്തില്ല, ഈ കല്യാണം നടക്കത്തില്ല. അതാണ് വേറൊരു കാര്യം. പക്ഷെ സംസാരിക്കാൻ അവസരം കിട്ടിയാൽ പെൺകുട്ടികൾക്ക് ഇത് വേണമെങ്കിൽ പറയാം. ഇനി കല്യാണം നടക്കാതെ പോയാൽ ഈ പെൺകുട്ടി സ്വന്തം അപ്പനിൽ നിന്ന് അമ്മയിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന വേറൊരു പ്രശ്നങ്ങളും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ എന്തായാലും ഇത് മറച്ചു വെച്ച് കല്യാണം നടത്തരുത്. അത് എപ്പോഴും പ്രീ മാരേജ് കോഴ്സിൽ ഞാനൊക്കെ സ്ട്രെസ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും നിങ്ങളത് തുറന്ന് പറയുന്നതാണ് നല്ലത്. തുറന്ന് പറഞ്ഞിട്ട് അപ്പം അല്ലെങ്കിൽ ചെറുക്കൻ്റെ അപ്പനോടും അമ്മയോടും സംസാരിക്കണം. ഇങ്ങനെ ഒക്കെ ഒരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്, വലിയ കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് വേണേൽ ഏതെങ്കിലും ഡോക്ടറെ ഒന്ന് കണ്ടു നോക്കാം, മെഡിക്കൽ ഹിസ്റ്ററി ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് തരാം. അപ്പം അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ കല്യാണം കഴിക്കാൻ തയ്യാറായി ആമ്പിള്ളേർ വരും, ബോധമുള്ള ആമ്പിള്ളേർ വരുമല്ലോ. അപ്പം അങ്ങനെ കല്യാണം നടത്തുകയാണെങ്കിൽ നമുക്ക് ആ ഒരു തെറ്റ് ചെയ്തു അല്ലെ ചീറ്റ് ചെയ്തു, ജീവിതം മുഴുവൻ ചതിച്ചു ഞങ്ങളെ എന്നുള്ള പേരുദോഷത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. അവർ നീറുക, അവർ ചതിച്ചിട്ടില്ല എന്ന് അവർ വിശ്വസിക്കുകയാണ്, പക്ഷെ അവർ ചതിവാ കാണിച്ചത് പറയേണ്ടതായിരുന്നു. പക്ഷെ അവരുടെ അറിവ് ഏത് തരത്തിലാണ് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ആ പയ്യനോട് ഞാൻ പറയുന്നത് ക്ഷമിക്കുക. നമുക്ക് കരുണയുടെ വർഷമായി ഒരു കുഞ്ഞുണ്ടാകുമ്പോഴത്തേക്ക് ഇതെല്ലാം തീരും. അതെ, നമുക്ക് കരുണാമയൻ, അതായത് തമ്പുരാൻ കരുണ ഉള്ളവനായിരിക്കുന്നത് പോലെ അവളോട് കരുണയുള്ളവനായിരിക്കാൻ അവളെ ശ്രദ്ധിക്കുക. അകലം അവരൊന്ന് ഒരുമിച്ചിരുന്ന് വർത്താനം പറഞ്ഞ് ഒരുമിച്ച് അവർ സന്തോഷമായിട്ട് ഒന്നൊരു ട്രാവലൊക്കെ ചെയ്ത് എവിടെയെങ്കിലും പുറത്തൊക്കെ പോയി, സാരയില്ല, നിനക്ക് എന്നെ വേണം, നീ എൻ്റെതാണ് എന്ന് അവളോടൊന്ന് തുറന്നു പറഞ്ഞ് അവരാ ഒരുമിച്ച് ആ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവർക്ക് കുഞ്ഞുണ്ടാവും. ആ പോസിറ്റീവ് എനർജി ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു ഓവുലേഷൻ ഒന്നും ശരിയാകാത്തതും പിള്ളേരുണ്ടാവാത്തത്. അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം. നമുക്ക് ആദ്യം വേണ്ട ഒരു ഡിസയറാണ്. ഒരു കുഞ്ഞിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചുണ്ടാവുന്നതും ആഗ്രഹിച്ചുണ്ടാവുന്നതും അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുണ്ടാകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവം ഇവരെ ഒരുക്കാൻ വേണ്ടിയാണ്, ഒരുക്കി ഒരു നല്ല കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടി അവർക്കൊരു പ്രോബ്ലം കൊടുത്താണെന്ന് അവർ വിചാരിക്കുക. ജീവിതത്തിൽ ഏതെങ്കിലും സമയത്ത് നമ്മൾ ഏതെങ്കിലും പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകണം. ഇവരുടെ പ്രശ്നത്തിന്റെ കാലഘട്ടം ആയിരുന്നു ഇതെന്ന് അങ്ങ് വിചാരിച്ചു, അതങ്ങ് കടന്നു പോകട്ടെ. പക്ഷെ ഇനി അവർ രണ്ടുപേരുടെ ഒരു കുഞ്ഞുണ്ടാവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തമ്പുരാന്റെ അടുത്ത് മുട്ടിപ്പായിട്ട് നിന്നാൽ അവർക്ക് തീർച്ചയായിട്ടും നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോൾ അവരൊക്കെ ആ കുഞ്ഞുങ്ങളിലേക്ക് തിരിയാം. ഇപ്പൊ കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് ഈ ചൊറിയാനുള്ള വിഷയം ഇതാണ്. കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോഴത്തേക്ക് ആ ചൊറിച്ചിലൊക്കെ അങ്ങ് മാറും. പിന്നെ അവരിലേക്ക് ശ്രദ്ധിക്കും. അവരുടെ കളിയും ചിരിയൊക്കെ അവർ സന്തോഷമായിട്ട് അവർക്ക് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് ആ മോന് ദൈവം ഒരു ക്ഷമിക്കാനുള്ള മനസ്സ് കൊടുക്കാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ദൈവം അവരെ അനുഗ്രഹിക്കുക, യാതൊരു സംശയമില്ല. ഞാൻ വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയുമാണ്. എങ്ങനെയോ ഞാൻ വീട്ടിൽ സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന ഭർത്താവിൻ്റെ സുഹൃത്തുമായി അടുപ്പത്തിലായി. ഒരു ദിവസം ഫോണിൽ നിന്നും അയച്ച മെസ്സേജ് ഭർത്താവ് കണ്ടു. അദ്ദേഹം പക്ഷേ എന്നോട് വളരെ ശാന്തമായിട്ടാണ് ഇടപെട്ടത്. എല്ലാ കാര്യങ്ങളും ഞാൻ മറച്ചു വയ്ക്കാതെ തുറന്നു പറഞ്ഞു. ഇനി ഇങ്ങനെയൊന്നും സംഭവിക്കരുതെന്ന് അദ്ദേഹം താക്കീത് ചെയ്യുക മാത്രമാണ് ചെയ്തത്. പക്ഷേ കുറ്റബോധം കാരണം എനിക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കാൻ പോലും വിഷമമാണ്. എൻ്റെ മനസ്സ് എങ്ങനെ ശാന്തമാക്കാൻ കഴിയും? ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കൗൺസിലിങ്ങിന് എത്തുന്ന കേസുകളിൽ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് വിവാഹേതര ബന്ധങ്ങൾ. കാരണം വിവാഹത്തിന് പുറമേയുള്ള ബന്ധങ്ങൾ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും കൂടി വരുന്നു. പ്രായം പ്രശ്നമല്ല, കുടുംബമോ ഇതൊന്നും പ്രശ്നമല്ല. ചിലപ്പോൾ ഇവർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഭയങ്കര സൗഹൃദങ്ങളാണ്. പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇത്തരം സൗഹൃദങ്ങൾ. ആണുങ്ങൾക്ക് സൗഹൃദങ്ങളുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. സ്ത്രീകൾ ഇത് കൂടുതൽ വളർത്തിയെടുക്കാൻ അവർക്ക് നേരം കിട്ടുന്നുണ്ട്. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾ ചില ഭർത്താവ് പോയി കഴിഞ്ഞ് വേറെ പണിയൊന്നുമില്ല, ഭർത്താവ് ഒരു വലിയ മുറം പോലെ ഒരു എണ്ണം വാങ്ങിച്ചു കൊടുക്കും. അത് തൂത്തിരുന്ന് ആവശ്യമില്ലാത്ത എല്ലാം കണ്ടുപിടിച്ചിട്ട്
ചാറ്റിങ് തുടങ്ങും. അപ്പോൾ ചാറ്റിങ് തുടങ്ങുന്ന അപ്പുറത്തിരിക്കുന്ന ആൾ ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടൊന്നും ആയിരിക്കത്തില്ല. ഈ ചേട്ടന് കേൾക്കാൻ നേരമില്ലല്ലോ, ചേട്ടന് തിരക്ക് കിട്ടി ജോലിയല്ലേ. അപ്പോൾ പിന്നെ നമ്മളെ കേൾക്കാൻ പറ്റുന്ന ഒരാളോടെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം ഈ ട്രെൻഡ് അവൻ മനസ്സിലാക്കും. അവൻ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്ക് വലയിൽ വീഴിക്കാനുള്ള എല്ലാം അവനും തിരിച്ചു ചെയ്യും. അപ്പം ഇങ്ങനെ ബന്ധങ്ങളിലാകുന്ന ഒത്തിരി മണ്ടത്തരം പിടിച്ച പെണ്ണുങ്ങളെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവർക്ക് കുറെ പാവപ്പെട്ട ഭർത്താക്കന്മാരെ കിട്ടുന്നുണ്ട്. സത്യം ഞാൻ പറഞ്ഞേ, ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കേസുകളിലും പാവം ഭർത്താക്കന്മാരാ. ഇടി അടി ഒന്നും കൊടുക്കുന്നില്ല. അവരങ്ങ് ടീനേജിലുള്ള പിള്ളേരെ കൈകാര്യം ചെയ്യുന്ന പോലെ ഭാര്യയെ കൈകാര്യം ചെയ്യും. പോട്ടെ, സാരമില്ല, നീ മണ്ടത്തിനൊന്നും കാണിക്കാതിരുന്നാ മതി. എന്നിട്ട് കൗൺസിലിങ്ങിന് പിടിച്ചോണ്ട് വരിക. എനിക്ക് വന്ന വേറൊരു കേസിൽ ഇതുപോലെ ഒരു ഭർത്താവ് ഒരു പെങ്കൊച്ചിനെ പിടിച്ചോണ്ട്, പെങ്കൊച്ചല്ല, അവർക്ക് 45 വയസ്സോളം ഉണ്ട് മക്കൾ. മൂത്താള് +2 പഠിക്കുന്നു, രണ്ടാമത്തെ ആള് ഹൈസ്കൂളിൽ പഠിക്കുന്നു. അപ്പോൾ ഇവള് അടുത്ത ഒരു കടയാണ് ഇവർക്ക്, അടുത്ത കടക്കാരനായിട്ട് ചെറിയ ചെറുക്കനാ, 30 വയസ്സാണ്ടേ ഉള്ളൂ. അപ്പോൾ ഭർത്താവ് പിടിച്ചുകൊണ്ട് വന്ന് എൻ്റെ മുന്നിൽ ഇരുത്തിയിട്ട് അവൾ എന്നോട് പറഞ്ഞു, എനിക്ക് അവനെ മറക്കാൻ പറ്റുന്നില്ല, എനിക്ക് അവനെ കാണാതിരിക്കാൻ പറ്റില്ല, എനിക്ക് അവനോട് സംസാരിക്കാതിരിക്കും. ഞാൻ ചോദിച്ചു, ഇയാളോടോ? അയാൾ ഭർത്താവ്. ചേട്ടൻ ഒട്ടും നേരമില്ല എന്നോട് സംസാരിക്കാൻ. ചേട്ടൻ ഇങ്ങനെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കുക. അത് കാരണം ഈ ചെറുക്കനാ എപ്പോഴും എന്നോട് പറയുന്നത്, എനിക്ക് ചേച്ചിയെ പോലെ ഉള്ളൊരു ഭാര്യ വേണം, ചേച്ചി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ അവൻ അവൻ്റെ അമ്മയോട് പറഞ്ഞു, അവൻ അമ്മ മാത്രമേ ഉള്ളൂ, അമ്മയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ ഇനി വിളിച്ചോണ്ട് പോരാൻ, ആ പെങ്കൊച്ചിനെയും ചേച്ചിയും കൂടെ, ആങ്കൊച്ചിനെ അപ്പനെടുത്തോട്ടെന്ന് ചെറുക്കൻ്റെ അമ്മ പറഞ്ഞു. മനസ്സിലായില്ലേ? ഇങ്ങനത്തെ കേസുകളാണ് വരുന്നത്. എന്നിട്ട് ഈ പൊട്ടിപ്പെണ്ണിനോട് ഞാൻ പറഞ്ഞു, ഇത് തെറ്റാണ്, നീ വഞ്ചിക്കുകയാണ്, അവിശ്വസ്തയായ ഭാര്യയാണ് നീ, വിശ്വസ്തത കാണിക്കണം, ഈ തെറ്റ് ക്ഷമിക്കാൻ അങ്ങേര് തയ്യാറായിരിക്കുന്ന സ്ഥിതിക്ക് നിനക്കൊരു നല്ല ജീവിതം തരാൻ അയാൾക്ക് പറ്റും. ആ പാവപ്പെട്ട മനുഷ്യനെ നീ വഞ്ചിച്ചതിന് തീർച്ചയായിട്ടും കാല് പിടിച്ച് ക്ഷമയൊക്കെ ചോദിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് പറയുമ്പോൾ എന്നോട് പറയാം, ചേച്ചി ഒരു കാര്യം ചെയ്യാമോ, ഞാൻ ആ പയ്യനെ കൂടെ കൗൺസിലിങ്ങിന് കൊണ്ടുവരും, എന്നിട്ട് ഞങ്ങളെ രണ്ടുപേരെയും കൂടി ഇരുത്തി ഒന്ന് കൗൺസിലിംഗ് നടത്തി മനസ്സിൽ നിന്ന് പോവുകയോ ഇല്ലയോ എന്ന് ഞങ്ങൾ ഒരുമിച്ച് എന്നെ കേൾക്കുമെന്ന് പറയണം, അവൻ്റെ മനസ്സിൽ നിന്ന് പോവുകയോ ഇല്ലയോ. 45 വയസ്സാണ്. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? അപ്പം ഈ സ്ത്രീയോട് ഞാൻ പറയുന്നത്, അവർക്കിപ്പോൾ കുറ്റബോധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല സൈനാണ്. കുറ്റബോധം ഉണ്ടായത് പിന്നെ ആ മനുഷ്യൻ, ആ ഹസ്ബൻഡ് എന്ന് പറയുന്ന മനുഷ്യൻ 2-3 കാര്യങ്ങളെ ഭയപ്പെടുന്നു. ഒന്ന്, പബ്ലിക്കിനെ. പബ്ലിക് എന്ത് പറയും? എൻ്റെ ഭാര്യ വേറൊരുത്തിൻ്റെ കൂടെ പോയത് എൻ്റെ കഴിവുകേടാന്ന് പറയില്ലേ, അയാൾ പബ്ലിക്കിനെ ഭയപ്പെടുന്നു. 2, അയാളുടെ കുടുംബത്തിന് മാനക്കേടുണ്ടാവരുതെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവളൊരു മണ്ടി പെണ്ണാണെന്നുള്ള സത്യം അയാൾ മനസ്സിലാക്കുന്നു. ഇതെല്ലാം വെച്ചിട്ട് ആ മനുഷ്യൻ ക്ഷമിക്കുകയാണ്. ക്ഷമിച്ച മനുഷ്യൻ്റെ മുന്നിൽ കുറ്റബോധത്തോടെ തലയും കുനിച്ചിരിക്കേണ്ട കാര്യമില്ല. അടുത്തത് പ്രായച്ചിത്തമാണ്. നമ്മളിപ്പോൾ തെറ്റ് ചെയ്യുന്നു, കുമ്പസാരിക്കുന്നു, അച്ഛനൊരു പ്രായച്ചിത്തം തരുന്നുണ്ട്, നീ ചെയ്ത പാപത്തിന് ഇതാണ് പ്രായച്ചിത്തം, അത് നമ്മൾ നിറവേറ്റണം. അപ്പം അവൾക്കൊരു പ്രായച്ചിത്തമുണ്ട്. അതായത് ഈ ജന്മം മുഴുവൻ ആ മനുഷ്യൻ്റെ വിശ്വസ്തയായ ഭാര്യയായിരുന്നുകൊണ്ട് അയാളുടെ മക്കളെ അന്തസ്സായിട്ട് വളർത്തി ചെയ്തു പോയ മണ്ടത്തരങ്ങൾക്ക് പ്രായച്ചിത്തമായിട്ട് കൂടുതൽ സ്പിരിച്വലായി ആ കുടുംബത്തിലൊരു ദൈവികത നിറഞ്ഞു നിൽക്കുന്ന കുടുംബമാക്കി സ്പിരിച്വൽ ലൈഫ് കുറച്ചും കൂടി നന്നാക്കിയെടുത്ത് ആ കുട്ടി ജീവിക്കണം. അതിന് തലകുനിച്ച് കുറ്റബോധത്തോടെ അവിടെ ഇരിക്കേണ്ട കാര്യമില്ല. കൂടുതലായിട്ട് ഭർത്താവിനെ സ്നേഹിക്കുക. അതെ, കൂടുതലായിട്ട് സ്നേഹിക്കുക. കാരണം ആ മനുഷ്യനെ മനസ്സിലാക്കുക. ഇതുവരെ കൊടുക്കാതിരുന്നതും. അതെ, ആ മനുഷ്യനെ തീർച്ചയായിട്ടും ഒരു ദൈവത്തെ പോലെ കാണാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. കാരണം അയാളൊരു ജീവിതം കൊടുക്കുകയാണ്. അപ്പോൾ അവനും കൊണ്ട് വിട്ടാൽ പോരെ, അവനും കൊണ്ട് വിട്ടാൽ മതി. അപ്പോൾ അയാളൊരു നല്ല മനുഷ്യൻ. ഇങ്ങനെ ഒത്തിരി നല്ല മനുഷ്യന്മാരുണ്ട്. പക്ഷേ ഈ നല്ല മനുഷ്യന്മാർ തന്നെയാണ് ഈ ഫോൺ കൊടുക്കുന്നത്. ഈ നല്ല മനുഷ്യന്മാർ തന്നെയാണ് ഈ വാട്സാപ്പും ഫേസ്ബുക്കും എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത്. നല്ല മനുഷ്യന്മാരോടെല്ലാം ഞാൻ പറയുകയാണ്, ഇങ്ങനെ കൊടുക്കണ്ട. ഭാര്യമാർക്ക് അത്യാവശ്യം ഒരു ഫോൺ വിളിക്കാൻ കൊടുത്താൽ മതി, അല്ലെ ലാൻഡ് ഫോൺ കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ എല്ലാ ഭാര്യമാരും അങ്ങനെ ആകുന്നു അതുകൊണ്ടൊന്നും ഇല്ല കേട്ടോ, ഒരിക്കലും ഇല്ല. കാരണം പിന്നെ എത്രയോ നല്ല സ്ത്രീകൾ അല്ലേ ഉണ്ട്. ഇത് ആണുങ്ങളുടെ ഇടയിലും പെണ്ണുങ്ങളുടെ ഇടയിലും ഒക്കെ ഒരു ചെകുത്താനായിട്ട് ഇപ്പോൾ കടന്നുകൂടിയിരിക്കുന്ന ഒരു സംഭവമാണ് ഈ മൊബൈൽ ഫോണ് അല്ലെങ്കിൽ ഈ ചാറ്റിംഗ് ഒക്കെ. ഈ യുവജനങ്ങളുടെ ഇടയിലും ഈ വിവാഹേതര ബന്ധങ്ങൾ ഇഷ്ടംപോലെ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ബെനീഷിന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഒരു പരിധിവരെ പലപ്പോഴും യുവാക്കൾ ഇതൊരു ഫാഷനായിട്ട് കണക്കാക്കാറുണ്ട്. ഇപ്പം ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം കോളേജ് ലൈഫിലൊക്കെ ആണെങ്കിൽ ഒരു വേറിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ ഒരു നാണക്കേട് എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ ഉള്ളത്. ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ പെൺകുട്ടികളിലും. ചിലപ്പം ആൺകുട്ടികളിൽ ഇപ്പം നമ്മൾ ആ കണ്ട പോലെ ഒരു നിഷ്കളങ്കനായ ഭർത്താവിനെ പോലെ ആൺകുട്ടികൾ ഇതെല്ലാം വിളിച്ചു പറയും. പെൺകുട്ടികളെ സംബന്ധിച്ച് എന്ത് പറയുന്നത് വെച്ചാൽ
ഇവരിതെല്ലാം ഒതുക്കി വെക്കും. ഇങ്ങനെയാണ് പൊതുവെ കണ്ടുവരാറുള്ളത്. പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ കാണുന്ന കുറച്ചും കൂടെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇങ്ങനെ അസംതൃപ്തമായ ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടികൾ അവർ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത് അത് നമുക്ക് വിവരിക്കാൻ പറ്റാത്ത രീതിയിലാണ്. മോശം പ്രവണതയുള്ള കുട്ടികൾ, ആക്രമണ സ്വഭാവമുള്ള കുട്ടികൾ, എന്തിനും ഏതിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുട്ടികൾ, ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് കുടുംബങ്ങളാണ്. ഒന്നെങ്കിൽ അച്ഛൻ്റെ വഴിവിട്ട ജീവിതം, അല്ലെങ്കിൽ അമ്മയുടെ വഴിവിട്ട ജീവിതം. ഈ അമ്മയുടെ വഴിവിട്ട ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആവുന്ന പെൺകുട്ടികളാണ്. പിന്നീട് സ്കൂളിൽ വരുന്ന എല്ലാ പ്രണയ കേസുകളാണെങ്കിലും എല്ലാം ഇതുമായി ചുറ്റിപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ടീച്ചേഴ്സ് പലപ്പോഴും ഇതിൻ്റെയൊക്കെ റൂട്ട് കോസ് തപ്പി നടന്നു പോകുമ്പോൾ ഇതെല്ലാം ചെന്നെത്തുന്നത് ഫാമിലിയിലാണ്. അപ്പോൾ എനിക്കും ആ അമ്മയോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നന്നായി അല്ലെങ്കിൽ അത്രയും സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവ് ഉള്ളപ്പം തുറന്നു പറഞ്ഞ് ആ ഒരു പശ്ചാത്താപത്തോടു കൂടി മുമ്പോട്ട് ജീവിതം നയിക്കുകയാണെങ്കിൽ നമ്മുടെ മക്കളെയെങ്കിലും നല്ലൊരു ഭാവിയിലേക്ക് കരുതി വെക്കാൻ. അതെ, ഒരു കാര്യം ഞാൻ ആഡ് ചെയ്യുകയാണ്. നമ്മൾ നോക്കുമ്പോഴാണ് അയാൾ നല്ല ഭർത്താവ്, നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ ഇല്ല. അവളെ സംബന്ധിച്ചിടത്തോളം അയാൾ നല്ലൊരു ഭർത്താവാണോന്നില്ല. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ചിലത് നമുക്ക് കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പം സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ആ സ്നേഹം നമ്മൾ ആഗ്രഹിക്കുന്ന ചിലതുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന ചില സമയങ്ങളുണ്ട്. ഭർത്താവിൽ നിന്നാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളൊന്ന് ഒത്തിരി വിഷമിച്ചിരിക്കുമ്പോൾ ഒന്ന് അടുത്ത് വന്നിരിക്കാൻ, ഒന്ന് തലോടാൻ, അല്ലെങ്കിൽ ജോലി ഒത്തിരി കൂടുതൽ ചെയ്യും, മതിയടി കിടക്കട്ടെ, നീ ഇതെല്ലാം കൂടെ ചെയ്ത് എന്തിനാ, അതൊരു ഭയങ്കര ആശ്വാസമാണ്. അല്ലാതെ ഇപ്പം ജോലിയെല്ലാം ചെയ്ത് വളർന്നു കിടന്ന് വയ്യാതെ വന്ന് കിടക്കുമ്പോഴത്തേക്ക് ആരാണ്ട് പറഞ്ഞായിരുന്നു നിന്നോട് ജോലിയെല്ലാം കൂടെ ചെയ്യാം, അത് സ്നേഹമാണ്. അവൾ ആഗ്രഹിക്കുന്ന സമയത്ത് അത് കിട്ടിയില്ല. അതായത് നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടല്ലോ, വേറൊരാൾ ഇത് തരുന്നു നമുക്ക്, അവിടെയാണ് ഈ വേറൊരാളിലേക്ക് പോകുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന സ്നേഹം കിട്ടാതെ വരുമ്പം ഇതിനകത്ത് സെക്സോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈഫോ ഒന്നും അല്ല ഈ കല്യാണം കഴിച്ച സ്ത്രീകളും പുരുഷന്മാരും ആഗ്രഹിക്കുന്നുള്ള ഞാനിപ്പോൾ കണ്ടിരിക്കുന്നത്. ഈ പ്രണയങ്ങളിലൊന്നും പല പോകുന്നുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞ്, ഈ ഇങ്ങനത്തെ ഒരു പ്രണയങ്ങളിലൊന്നും ഇവര് ചിലപ്പോൾ കാണുന്നില്ലായിരിക്കും, ചിലപ്പോൾ സെക്ഷൽ ലൈഫിലേക്ക് ഒന്നും പോകുന്നില്ല. ഇവർക്ക് ഈ ചില കേൾക്കുന്ന സ്വരങ്ങളുണ്ട്. എന്താ ഇന്ന് കഴിച്ചത്? ഓ, ദോശയായിരുന്നല്ലേ. ദോശയ്ക്ക് എന്നായിരുന്നു? സാമ്പാറായിരുന്നല്ലേ. അപ്പൊ ഇത് ഭർത്താവ് ചോദിച്ചു, നീ കഴിച്ചോന്ന് ചോദിക്കാതെ അയാൾ ഇറങ്ങിപ്പോയെന്ന്. മനസ്സിലായില്ലേ? നമ്മളോട് ഇത് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ചോദിച്ചത് ഈ പുള്ളിയാ. നീ കഴിച്ചോ, നീ കുളിച്ചോ? ഭർത്താവ് ഇതൊന്നും ചോദിക്കുന്നില്ല. അപ്പൊ ഭർത്താവ് ചോദിക്കാത്ത കാര്യം എന്ന് വെച്ചാൽ ഭാര്യയോട് ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല, അവളെന്നും കഴിക്കുന്നതല്ലേ, ഇവിടെ എല്ലാം ഇല്ലേ, കഴിച്ചോളാൻ മേലായിരുന്നോ? അപ്പം അത് കിട്ടാതെ വരുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലെ കമ്മ്യൂണിക്കേഷൻ അത് ഇച്ചിരി തീവ്രമാക്കണം ഭാര്യ ഭർത്താക്കന്മാർ. നല്ല ഒരു നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഇവർ, തുറന്ന് സംസാരിക്കണം. അവരുടെ സൗഹൃദങ്ങൾ തുറന്ന് സംസാരിക്കുന്ന നല്ലൊരു സൗഹൃദങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു നല്ല പാർട്ട്ണറെ കിട്ടും, നല്ല ലിസണറെ കിട്ടും. ഒരു ഹസ്ബൻഡ് മസ്റ്റ് ബി എ ഗുഡ് ലിസണർ, ഒരു നല്ല ലിസണർ ആയിരിക്കണം. ഇതിവിടെ കിട്ടാതെ വരുമ്പം നമ്മുടെ ഫോണിൻ്റെ അങ്ങേ അറ്റത്തിരിക്കുന്ന ആളില്ലേ, ഇതെല്ലാം ലിസൺ ചെയ്യുകയാണ് മണിക്കൂറുകളോളം. അവൻ ആഗ്രഹിക്കുന്ന പാട്ട്, ഏത് പാട്ടാണ് ഇഷ്ടം? അയ്യോ എനിക്ക് ഇതാണ്, പിന്നെ ആലുവ പുഴയുടെ തീരത്ത്. ഓ, എനിക്കും ഇഷ്ടമാണ് പാട്ട്. ഭർത്താവ് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല ആലുവ പുഴയുടെ തീരത്ത് ഇഷ്ടമാണെന്ന്. ഭർത്താവ് സിനിമയ്ക്ക് കൊണ്ടുപോകുന്നില്ല, അല്ല ചിലപ്പോൾ ഭർത്താവിന് സിനിമ ഇഷ്ടമില്ലായിരിക്കും, അല്ലെ അവിടെ സിനിമയ്ക്ക് പോയിരിക്കും, അയാൾ കണ്ണടച്ചിരിക്കുമായിരിക്കും. അതേസമയം ഇയാൾ എല്ലാ സിനിമക്കഥയും പറയുന്നുണ്ടായിരിക്കും. അതായത് നമ്മൾ ആഗ്രഹിക്കുന്നത് കേൾക്കാൻ എവിടെ കിട്ടുന്നോ അവിടേക്ക് ചായുന്നു. അതാണ് ഇത്തരം ബന്ധങ്ങൾ. അത് ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും ഉള്ള ഒരു കാര്യം. ഭർത്താക്കന്മാർ പോകുന്നു അങ്ങനെ തന്നെയാണ്. കാരണം അവർ ജോലി കഴിഞ്ഞും അടുത്ത് വരുമ്പോൾ വീട്ടിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാര്യയുണ്ട്. അതായത് കതകൊക്കെ തുറന്ന് കുളിച്ച് വൃത്തിയായിട്ട് കാത്തിരിക്കുന്ന ഒരു ഭാര്യ. പക്ഷേ ഇപ്പം പല ഭർത്താക്കന്മാരും പറയുന്നത് അവർ വരുമ്പം കോളിംഗ് ബെല്ലടിച്ചാൽ ഭാര്യ തുറക്കുന്നില്ല. അപ്പം ഭാര്യ പറയുന്നു, ഉറക്കെ വിളിച്ച് പറയുന്നു, തുറന്നു കിടക്കുക, കയറി പോരെ എന്ന് വരുന്ന നേരം കയറി പോന്നാൽ പോരെ. അപ്പോൾ ഭർത്താവ് കയറി വരുമ്പോൾ ഭാര്യ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം അവരുടെ അത് കാണുമ്പോഴേ ഭർത്താവിന് കലി തുടങ്ങി. ഈ സന്തോഷത്തോടെ ജോലി ചെയ്ത് തളർന്നു വരുമ്പോൾ അതെ കിട്ടുന്നില്ല. അവൻ ആഗ്രഹിക്കുന്ന അവന് കിട്ടുന്നില്ല. അപ്പൊ പിന്നെ അവൻ ചെയ്യുന്നതിന് ഇച്ചിരൂടെ ലേറ്റ് ആയിട്ട് വന്നാൽ അവൻ്റെ കൂട്ടുകാരുടെ അടുത്തിരിക്കാം, അല്ല വെറുതെ എവിടെയെങ്കിലും പോയി വർത്താനം പറഞ്ഞിരിക്കാം. ഒരു കോഫി ഷോപ്പിലാണെങ്കിലും ഇരിക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഇതിനകത്തുള്ള കുഴപ്പങ്ങൾ എന്ന് പറയുന്നത് ഈ ആ ഭാര്യ കൊടുക്കുന്ന സമീപനത്തിൽ വന്നിരിക്കുന്ന കുഴപ്പമാണ്. അപ്പൊ ഇതിനകത്ത് രണ്ടുപേരും മനസ്സിലാക്കേണ്ടത്
ജീവിത പങ്കാളിയുടെ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ സംസാരങ്ങളെ, നമ്മുടെ രീതികളെ ഒന്ന് മാറ്റിയെടുക്കുക. അപ്പോൾ അവർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും അതിനിടയിൽ. എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും അങ്ങനെ ചെയ്യാണ്. പിന്നെ എന്നെ പോലെ ഉള്ളവർക്ക് കൗൺസിലിങ്ങിന് ഇരിക്കേണ്ടി വരത്തില്ല, അവസരം ഉണ്ടാവത്തില്ല. ഓക്കെ, ദാമ്പത്യ ബന്ധത്തിൻ്റെ അടിത്തറ വിശ്വസ്തതയാണ്. ദമ്പതികൾ പരസ്പരം എല്ലാം മറന്ന് പങ്കുവയ്ക്കാൻ കഴിഞ്ഞാൽ തന്നെ ഏത് അവിഹിത ബന്ധത്തിൽ നിന്നും മോചനം നേടാം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, യൂത്ത് ഗൈഡ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കാലിക്കട്ട്. വീണ്ടും കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റു ചില കത്തുകളുമായി. അതുവരേക്കും നന്ദി.